നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഒരൊറ്റ വാർത്തയെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളൂ. AI എന്ന് പറയുന്ന സംഭവം. അതായത് AI വന്നു. അതേപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ പല പല ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് AIനെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പല കാര്യങ്ങളും അതായത് മാസം ഇപ്പം സോഫ്റ്റ്‌വെയർ ഡെവലപ്മെന്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളാണെങ്കിലും മാസങ്ങളെടുത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വെറും ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുന്ന നെഗറ്റീവ് വാർത്തകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്നു. പിന്നെ അതുമൂലം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പല AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഒരു പോയിന്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇത് AI ജനറേറ്റഡ് ആണോ അല്ലെങ്കിൽ അല്ലാത്തതാണോ എന്ന്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ശരിക്കും ലോകത്ത് നടക്കുന്നത്. ഇനി ലേ ഓഫിന്റെ കേസ് പറയുവാണെങ്കിൽ ഇപ്പൊ ജോലി നഷ്ടപ്പെടുന്ന കേസ് പറയുവാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസം AI കാരണം. കാരണം മണിക്കൂറുകൾ കൊണ്ട് ആണ് AI പല കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയാ അതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ മാത്രം മതി എന്നുള്ളൊരു തലത്തിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ. പിന്നെ പക്ഷെ ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേരുടെ ജോലി പോയി. സോ കമ്പനികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തിയാൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏത് രാജ്യമായാലും ആ രാജ്യത്തിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ ആ ഗവൺമെന്റിലോട്ട് ടാക്സ് പോവുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്പനികൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുള്ളൂ. സോ എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ പിന്നെ കമ്പനികളേ ഇല്ല. ആ കമ്പനികൾക്കേ പ്രസക്തി ഇല്ല. സോ ഇതൊരു പരിധി വരെ നടക്കുമെങ്കിലും പൂർണ്ണമായിട്ടും ഒരു എന്താ പറയാ പൂർണ്ണ പിരിച്ചുവിടൽ ഒന്നും സാധ്യമല്ല. കംപ്ലീറ്റ്ലി AI വെച്ച് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പം AI ജനറേറ്റഡ് ഇമേജസ്, വീഡിയോസ് ഇതൊക്കെ ഇറങ്ങും. ഇതിനൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ റെഗുലേഷൻസ് കൊണ്ടുവരണം. ഇതൊക്കെ നിയന്ത്രിക്കണം. കാരണം നമുക്ക് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. പിന്നെ AI ബാധിച്ച മേഖലകൾ എടുക്കുവാണെങ്കിൽ എല്ലാ മേഖലകളിലും ഇപ്പൊ സിനിമാ ഫീൽഡിൽ വരെ നായകന്മാരെ പോലും വേണ്ടെന്നാ പറയുന്നത്. അതായത് എവിടെയോ ഒരു വാർത്ത കണ്ടാണ് ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് ബാഹുബലി ചെയ്തു കൊടുക്കാന്നാണ് അതിന്റെ ഡയറക്ടർ പറഞ്ഞത്. 5 ലക്ഷം 5 കോടിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അപ്പൊ അത്രയും വലിയ മാറ്റങ്ങളാണ് എല്ലാ ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നത്. സോ ആരും അതിനെപ്പറ്റി വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കുറച്ച് ക്യൂരിയസ് ആവുകയാണ് വേണ്ടത്. കാരണം നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ തുറന്ന് കിട്ടാനാണ് സാധ്യതയുള്ളത്.